ലിജീഷ്, ഞാൻ ഇതിൻ്റെ സാമൂഹികപരമായ വശത്തിൻ്റെ ആഴങ്ങളും ശാസ്ത്രീയതയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എല്ലാവരിലേക്കും പോയതിന് ശേഷം താങ്കളിലേക്ക് എത്തിയത്. അതുകൊണ്ട് താങ്കളെ ഒഴിവാക്കിയതല്ല, താങ്കൾക്ക് അതിന് അങ്ങനെ വിഷമം തോന്നരുത്. കാരണം ചർച്ച തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞാണ് താങ്കളിലേക്ക് വരുന്നത്. അതിന് ഞാൻ ആ അർത്ഥത്തിൽ ക്ഷമ ചോദിക്കുക കൂടി ചെയ്യുകയാണ്. താങ്കളിപ്പോൾ വരുന്നത് SFIയുടെ ദേശീയ സമ്മേളനത്തിൽ നിന്നായിരിക്കും, അഖിലേന്ത്യാ സമ്മേളനം. അവിടുത്തെ ഒരു നഗറിൻ്റെ പേര് സോളിഡാരിറ്റി പാലസ്തീൻ എന്നാണ്. ആ നഗറിൽ നിന്നാണ് താങ്കൾ വരുന്നത്. അതുകൊണ്ട് താങ്കളോട് എനിക്ക് അധികം വിവരിക്കാനില്ല. ഇങ്ങനെ സമൂഹത്തെ കുത്തിത്തിരിക്കുന്നവർക്കെതിരായി താങ്കളുടെ പ്രസ്ഥാനം, യുവത ഇന്നലെ തന്നെ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ പൊതുസമൂഹം ഒന്നാകെ ജാതി മതഭേദമന്യേ ആ പ്രളയത്തിൽ കണ്ടതുപോലെ കൈകോർത്തുകൊണ്ട് ഇത്തരം ഒറ്റപ്പെട്ട എലമെൻറ്റുകൾക്കെതിരെ ശക്തമായി രംഗത്തെത്തി. അവർ അവരുടെ ജനാധിപത്യ മാർഗത്തിലുള്ള അഭിപ്രായമായിരിക്കാം പറഞ്ഞത്, പക്ഷേ അതുണ്ടാക്കുന്ന ഭിന്നത രൂക്ഷമായിരുന്നു. അതിനെതിരായി കേരള സമൂഹം ഒന്നിച്ചു. മതേതര വിശ്വാസികൾക്ക് ആ അർത്ഥത്തിൽ സന്തോഷിക്കാം, അല്ലേ ലിജീഷ്? ശ്രീ അജിംസെ പറഞ്ഞത് ശരിയാണ്. കേരളത്തിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടാക്കിയിട്ടുള്ള ചർച്ച പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യം ഇതിനകത്ത് പ്രസ്താവന നടത്തിയ വിസ്ഡം ഗ്രൂപ്പാവട്ടെ, MSF ആവട്ടെ, അതുപോലെ മറ്റ് മേലധ്യക്ഷന്മാരാവട്ടെ, എല്ലാവരും ഇല്ല, വളരെ ചുരുക്കം. അവരെല്ലാം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 2 ദിവസത്തിന് ശേഷം ഇപ്പോൾ നല്ലോണം മയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ശ്രീ സഫ്വാൻ ഞങ്ങളൊന്നും മയപ്പെട്ടിട്ടില്ല, ഞങ്ങൾ പിടിച്ച മാനിന് ഇത്ര കൊമ്പുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ നേതൃത്വമൊന്നും അങ്ങനെയല്ല പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ല മാറ്റം അവർക്ക് വന്നിരിക്കുകയാണ്. അത് കേരള സമൂഹത്തിൻ്റെ പൊതുവായ ഇടപെടലിൻ്റെ ഭാഗമായാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് പോലും തിരുത്തപ്പെടേണ്ടി വരികയാണ് കേരളത്തിനകത്ത്. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഏറ്റവും ആദ്യം ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് വിസ്ഡം ഗ്രൂപ്പിൻ്റെ നേതാവ് പറഞ്ഞ കാര്യങ്ങളിൽ അവരിപ്പോൾ എന്തെങ്കിലും ഉറച്ചു വെക്കുന്നുണ്ടോ? ഇപ്പം നേരത്തെ ഇവിടെ തന്നെ ചർച്ചയിൽ പറഞ്ഞു, ഞാനത് കൂടുതൽ ആവർത്തിക്കപ്പെടുകയല്ല. ഇപ്പോൾ അവർ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഒന്ന് അല്പവസ്ത്രമാണ്, മറ്റൊന്നുള്ളത് കൂടിച്ചേരലുകളാണ്. ഇപ്പോൾ അതെല്ലാം ഏതാണ്ട് ഒഴിവാക്കിയ മട്ടാണ്. കാരണം ഇതൊരു രഹസ്യ നൃത്തമല്ല. കേരളത്തിനകത്ത് സംഘടിപ്പിച്ചൊരു രഹസ്യ നൃത്തമാണെങ്കിൽ ചിലപ്പോൾ വിസ്ഡം ഗ്രൂപ്പുകാർക്കോ അല്ലെങ്കിൽ ഇപ്പോഴും 17-ാം നൂറ്റാണ്ടിൻ്റെ മനസ്സുമായി നിൽക്കുന്ന വിസ്ഡം ഗ്രൂപ്പിലെ ഇപ്പോഴുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ പറയാം, ഇതൊരു രഹസ്യ നൃത്തമാണ്, ഞങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് ഇത് കാണണം, ഇതിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കണം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പൊതുവായി എല്ലാവരും കാണുന്നതാണ് ഈ പറയുന്ന സൂംബ ഡാൻസ് എന്ന് പറഞ്ഞാൽ. ഇത് അവസാനത്തെ അവറിൽ എല്ലാവരും കൂടി നിന്ന് നമ്മളെ യൂണിഫോം ഇട്ടുകൊണ്ട് ചെയ്യുന്നൊരു സംവിധാനമാണ്. അത് ആ നിലയിൽ വളരെയേറെ പ്രചാരണം വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ മുന ഒടിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വീണ് ഉരുണ്ട് കളിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ മുകളിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപകടകരമായ ചില പ്രശ്നങ്ങൾ കൂടി കാണണം എന്നാണ് ഞങ്ങളുടെ കൺസേൺ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നേരത്തെ ശ്രീ ഷുക്കൂർ വക്കീൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ ഇത് തന്നെയാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിനകത്ത് പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ മാതൃകയായി നിൽക്കുകയാണ്. കഴിഞ്ഞ 9 വർഷക്കാലം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം അത്രയേറെ ശക്തിപ്പെട്ടു. പഴയ കാലത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആ നിലയിൽ എല്ലാ മേഖലയിലും, പശ്ചാത്തല മേഖലയാവട്ടെ, പാഠപുസ്തക വിഷയമാവട്ടെ, യൂണിഫോമിൻ്റെ കാര്യത്തിലാവട്ടെ, ടീച്ചിങ്ങിൻ്റെ കാര്യത്തിലാവട്ടെ, എല്ലാ സംവിധാനത്തിനകത്തും വലിയ മുന്നോട്ട് വന്നു. അതിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെട്ടു. അൺഎയ്ഡഡ് മേഖലയ്ക്കകത്ത് അതുമായി ബന്ധപ്പെട്ട ചോർച്ച ഉണ്ടാവാം. ഇപ്പോൾ ഈ വിസ്ഡം ഗ്രൂപ്പുകാരും അതുപോലെ ഇതിനെതിരായി പ്രതികരിക്കുന്നവരെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൊതുവിദ്യാഭ്യാസ മേഖലയെ മലീമസമാക്കി അൺഎയ്ഡഡ് മേഖലയ്ക്ക് കളമൊരുക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുകയാണ്. അതാണ് നേരത്തെ ഷുക്കൂർ വക്കീൽ പറഞ്ഞത്. ഏറ്റവും പ്രസക്തമാകുന്നത് ഈ വിസ്ഡം ഗ്രൂപ്പിന്റെ നേതൃത്വവും അതിൽ പ്രവർത്തിക്കുന്നവരൊക്കെ എത്ര പേരാണ് ഇവിടെ സാധാരണ പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നത്? അവരൊക്കെ മറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുകയാണ്. എന്നിട്ട് പൊതുവിദ്യാലയം ശക്തിപ്പെടുന്ന സമയത്ത് അതിനെ തകർത്ത് മറ്റുള്ളതിലേക്ക് ആളെ കൊണ്ടുപോകാൻ ആവശ്യമായ ഇടപെടൽ ഇവർ നടത്തുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മാത്രമല്ല, ഇത് ലാറ്റിൻ അമേരിക്കയിൽ അല്ല, അതൊക്കെ അവർ ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഉരുണ്ട് കളിക്കാൻ മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ലാറ്റിൻ അമേരിക്ക, അതായത് സാമ്രാജ്യത്വത്തിനെതിരെ ഫുട്ബോൾ വരെ കൊണ്ട് പ്രതിരോധിക്കുന്ന, അതായത് ജീവിതത്തിൻ്റെ ഓരോ കാലടികൾ കൊണ്ട് പ്രതിരോധിക്കുന്നവരാണ് ലാറ്റിൻ അമേരിക്ക. അതവിടെ നിൽക്കട്ടെ, അത് പോട്ടെ, അത് അവർക്ക് മനസ്സിലായില്ല. പക്ഷേ ആ ലാറ്റിൻ അമേരിക്കൻ സംസ്കാരത്തിൻ്റെ ഉയിർക്കൊള്ളുന്ന സാധനത്തിൽ സ്വാഭാവികമായും അത്തരം എലമെൻറ്റുകളുണ്ട്. അത് ഞങ്ങളുടെ കുട്ടികളെ അസ്വസ്ഥപ്പെടുത്തുമെന്നാണ് അവർ പറയുന്നത്. ആ ആശങ്ക ശരിയല്ലേ? അതൊന്നും അല്ല ഇവരുടെ ആശങ്ക. ഈ കേരളത്തിനകത്ത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ പരിശോധിച്ചത് മനസ്സിലാകും. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തുമ്പോൾ എല്ലാം
അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇതുപോലുള്ള ചെറുവിഭാഗങ്ങൾ, എല്ലാവരെയും ഞങ്ങൾ അടച്ചാക്ഷേപിക്കുന്നില്ല, ചെറുവിഭാഗങ്ങൾ എല്ലാ കാലത്തും ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് ആവശ്യാനുസരണം സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് ആവശ്യാനുസരണം പിന്തുണ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് വലതുപക്ഷ സംഘടനകളാണ്. കോൺഗ്രസ് ആവട്ടെ, MSF ആവട്ടെ, മറ്റുള്ളവരൊക്കെ അതിനനുസരിച്ച് സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന വേറൊരു കൺസേൺ കൂടിയാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു, കേരളത്തിനകത്ത് ഇത് ഉണ്ടാക്കിയ പരിക്ക്. നേരത്തെ ഇവിടെ ശ്രീ സഫ്വാൻ പറഞ്ഞത് അയാൾക്ക് ഇപ്പോഴും ബോധ്യമായിട്ടില്ല. കേരളത്തിനകത്ത് ഞങ്ങളുടെ കൺസേൺ അല്ലേ പറയുന്നതെന്നാണ് അയാൾ പറയുന്നത്. നിങ്ങളുടെ കൺസേൺ കേരളത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് ഇതിന്റെ ഗുണം കിട്ടുന്ന മറ്റൊരു വശമുണ്ട്. അത് തിരിച്ചറിയാനുള്ള യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് എപ്പോഴാണ് കഴിയുക? ഇന്ത്യയിലെ സാഹചര്യമെങ്കിലും നിങ്ങൾ പഠിക്കണ്ടേ? കേരളത്തിലെ സാഹചര്യമാണോ ഇന്ത്യയിലെ സാഹചര്യം? അതുപോലെ പഠിക്കാൻ തയ്യാറാവതെയാണ് ഇവർ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നത് RSSനും BJPക്കാണ്. RSSനും BJPക്കും വിടുപണി ചെയ്യുന്ന പണിയാണ് ഇന്ന് വിസ്ഡം ഗ്രൂപ്പും അതുമായി ബന്ധപ്പെട്ടുള്ളവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്കാണ് ഇതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ നിലയിലേക്കാണ് ഇത് കാര്യങ്ങൾ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇത്തരമൊരു വിഷയം കേരളത്തിനകത്ത് ഉയർന്നു വരുന്ന സമയത്ത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാകട്ടെ, കോൺഗ്രസിന്റെ നേതാക്കളാവട്ടെ, മുസ്ലിം ലീഗിന്റെ നേതാക്കളാവട്ടെ, ഇവരുടെ പ്രതികരണം എങ്ങനെയാണ് വന്നത്? ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു, നല്ല കാര്യമാണ് നിങ്ങൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ. ഇത് നിങ്ങളുടെ അഭിപ്രായം നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല. ഇത് വന്ന വിവാദമായ സമയത്ത് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം എങ്ങനെയാണോ? പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ഇത് ചർച്ച ചെയ്യപ്പെടണം, വിശാലാർത്ഥത്തിൽ കാണണം എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഞാൻ പറയട്ടത് കേരള ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു നൃത്തമല്ല, പുതുതായി ഉണ്ടാക്കിയ നൃത്തമല്ല. ലോകരാജ്യങ്ങളാകെ അംഗീകരിക്കപ്പെട്ട ഒരു സംവിധാനമാണിത്, ഒരു കായിക വിനോദമാണിത്. ഇത് ഈ കാർഡിയാക്ക് ഒരു വിനോദമാണിത്, അതിന്റെ വ്യായാമവുമായി ബന്ധപ്പെടുന്നതാണിത്. അങ്ങനെയെല്ലാം അംഗീകരിക്കപ്പെട്ട, അല്ലാണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു പദ്ധതിയല്ലത്. ലോകത്തിലാകമാനം അംഗീകരിക്കപ്പെട്ട ഒരു സംവിധാനം കേരളത്തിനകത്ത് നടപ്പിലാക്കുകയാണ് ചെയ്തത്. അത് ലഹരി ബോധവൽക്കരണത്തിന്റെ ഒക്കെ ഭാഗമായി എടുത്തിട്ടുള്ളതാണ്. അങ്ങനെയെല്ലാം വരുന്ന സമയത്ത് കേരളത്തിനകത്ത് യഥാർത്ഥത്തിൽ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും നട്ടെല്ലോടെ നിലപാടെടുത്തിരുന്നെങ്കിൽ ഈ പറയുന്ന മതമേലധ്യക്ഷന്മാരും അവർക്ക് സഹായം ചെയ്യുന്നു, അവർക്ക് സഹായം കിട്ടുന്നു ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന രൂപത്തിലാണ് ഇവരുടെ പ്രസ്താവന വന്നത്. നല്ല കർക്കശമായ അഭിപ്രായം പറയണ്ടേ? കേരളത്തിന്റെ മതേതരത്വത്തെ ഇങ്ങനെ പച്ചയായി കത്തിക്കാൻ ആവശ്യമായ ഇടപെടൽ നടക്കുന്ന സമയത്ത് അവിടെ നിലപാട് പറയാൻ കോൺഗ്രസ് തയ്യാറാവണ്ടേ? അവിടെ പ്രതിപക്ഷ നേതാവ് തയ്യാറാവണ്ടേ? ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാവും കേരളത്തിന്റെ പൊതുവികാരം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയപ്പോ ഇപ്പൊ നേതാക്കന്മാരെല്ലാം പറയുന്നുണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ പറയുന്നുണ്ട്. തുടക്കത്തിൽ ഇത് പറയണ്ടേ? അവിടെയാണ് കോൺഗ്രസിനടുത്ത് ഞങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസം. പറയേണ്ട സമയത്ത് അഭിപ്രായങ്ങൾ പറയാതെ പോവുക. അതിന്റെ ഗുണഫലം എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടി വരട്ടെ എന്ന് കാണുക. ഈ സമീപനം നിങ്ങൾ മാറ്റണം എന്ന് വിനയത്തോടെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുക.